നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പനച്ചിക്കാട് കുഴിമറ്റം എന്നൊരു സ്ഥലത്താണ്. ഇന്നിവിടെ എത്താൻ കാരണം ഒരു അത്ഭുത മരം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത്ഭുത മരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഒരു മാവാണ്. ആ മാവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു മാവിൽ തന്നെ 5 തരം മാങ്ങകൾ, 5 വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട മാങ്ങകൾ കായ്ച്ചിരിക്കുകയാണ്. അപ്പം അത് ഈ കുഴിമറ്റത്തുള്ള വർഗീസ് കുര്യൻ എന്ന അച്ഛന്റെ വീട്ടിലാണ് ഈ ഒരു മാവ് ഇങ്ങനെ വ്യത്യസ്തമായ 5 മാങ്ങകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തതെന്നൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അതുകൂടാതെ ഇവിടെ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേറെ മറ്റു ചില ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അച്ഛാ, നമസ്കാരം. നമസ്കാരം. ഇതിപ്പം ഒരു മാവിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 5 മാങ്ങകൾ കായ്ച്ചിരിക്കുകയാണ്. അത് ആദ്യം ഏതൊക്കെ മാങ്ങകളാണെന്ന് പറയാം. അൽഫോൺസോ. ഇത് കൊളംബ്. കൊളംബ് വലിയതുണ്ട് കേട്ടോ. പിന്നെ ഇത് മല്ലിക. പിന്നെ അടുത്തത് ഇതാണ് ബംഗനപ്പള്ളിയാണ്. ബംഗനപ്പള്ളി. ഈ ബംഗനപ്പള്ളി എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കായ്ച്ചേക്കുന്നത്. അത് ഒരു ചെറിയ കമ്പ്. അതുകൊണ്ടോ ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു കമ്പില്ലേ, ആ സപ്പോർട്ടിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഒടിഞ്ഞു പോകും. ആ ഒരു കമ്പ് ഒന്നും നിറച്ച് കായ്ച്ചു. അതിന്റെ രഹസ്യമൊന്നും എനിക്കറിയില്ല. അതങ്ങ് കായ്ച്ചു. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടനുണ്ടല്ലോ. ആ നാടൻ അവിടെ കാണാമല്ലോ. ഇതാണ് നമ്മുടെ നാടൻ നമ്പ്യാർ എന്നറിയപ്പെടുന്ന നല്ല നാടൻ നമ്പ്യാർ അല്ലേ? അതെ, നാടൻ നമ്പ്യാർ. നല്ല നാടൻ നമ്പ്യാർ നമ്മുടെ നാട്ടുമാവാണ്. ഒറിജിനൽ മാവ് നമ്പ്യാർ മാവാണ്. ഈ നമ്പ്യാർ മാവിലാണ്, ഈ നാട്ടുമാവിലാണ് ഈ ഗ്രാഫ്റ്റിംഗിലൂടെ ഇത്രയും മാങ്ങകൾ കായ്ച്ചത് അല്ലേ? ഇനിയിപ്പോ നമുക്ക് ആ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പൊക്കെ ഒന്ന് കാണാം. അതെങ്ങനെയാ ചെയ്തതെന്ന് ഒക്കെ ഒന്ന് പറയണേ. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ആ കമ്പുകളും ഏതൊക്കെ മാങ്ങയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഒരിക്കല് സംഭവം ശരിക്കുള്ളത് തന്നെ പറയാം. ഒരിക്കല് ഒരു തേക്കിന്റെ കമ്പൊടിഞ്ഞു വീണ് ഈ മാവ് ചെറുതായിരിക്കുമ്പോ അതിന്റെ മണ്ട ഒടിഞ്ഞു പോയപ്പോ ആ ഒടിഞ്ഞിടം വെച്ച് ഒരു 5 അടി പൊക്കത്തിൽ വെച്ച് ഞാനിത് വൃത്തിയായിട്ട് മുറിച്ചു. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലോ എന്ന്. ആ മുറിഞ്ഞ ഭാഗത്ത് നിന്നും ധാരാളം മുളകൾ ഉണ്ടായി വന്നു. മുളകൾ നല്ല ശക്തിയുള്ള മുളകൾ, ഏതാണ്ട് പെൻസിൽ വണ്ണമൊക്കെ ആയപ്പോ ഈ ഭാഗമായിരിക്കും അല്ലേ? അത് തന്നെ, ആ ഭാഗം ഏകദേശം ഈ ഒരു ഭാഗമായപ്പോ അല്ലേ? അതെ, അത്രയൊക്കെ ഉള്ള. അപ്പം അതേ വലിപ്പമുള്ള മാവിൻ തൈകള് കോട്ടയത്ത് കാങ്കപ്പാടൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചു ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ചട്ടിയോട് കൂടി തന്നെ പൊക്കി വെച്ച് ഈ വളർന്നു വന്ന കമ്പുകളിൽ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തു. നല്ലൊരു മഴക്കാലത്താണ് ഇത്. ഒട്ടിക്കുമ്പം അതിനകത്ത് മഴവെള്ളം കയറാതിരിക്കാൻ എൻ്റെ സ്വന്തമായ ടെക്നിക്കുകളും ചിലത് പ്രയോഗിച്ചിട്ടുണ്ട്. അതെ, അതായത് മറ്റ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ചക്കയരക്ക് പുരട്ടിയാണ് ഇതിനകത്തേക്ക് വെള്ളം വീഴാതിരിക്കാൻ. എല്ലാം നാച്ചുറൽ. ചക്കയരക്കാണ് പുരട്ടിയത്. അത് പുരട്ടിയാണ് വെള്ളം വീഴാതെ ടേപ്പ് ജോയിൻ ചെയ്യുന്നിടത്തൊക്കെ പുരട്ടിയത്. അങ്ങനെ 2 മാസത്തോളം നിൽക്കുമ്പോൾ ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പാത്രം, അതിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് മുറിച്ച് കളയും അവിടെ വെച്ച്. പിന്നെ മാവിൻ്റെ ചേർത്ത് വെച്ച അതിൻ്റെ കമ്പിൻ്റെ തല അതും കളയും. അങ്ങനെ 5 എണ്ണം വിജയകരമായിട്ട് പിടിച്ചു. ഇത് കഴിഞ്ഞ വർഷം ഇത് മുഴുവൻ കായ്ച്ചായിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷം 3 എണ്ണമൊക്കെ കായ്ച്ചുള്ളൂ. ഈ വർഷമാണ് 5ഉം കൂടെ കായ്ച്ചത്. അത് ഭയങ്കര സന്തോഷമായി പോയി. അതെ, പ്രത്യേകിച്ചും ഇത് അതിന്റെ ഒറിജിനൽ നാടൻ മാവ് കായ്ച്ചപ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ഇതിപ്പോ എത്ര വർഷമായി നട്ടിട്ട്? ഇത് നട്ടിട്ട് ഒരു 12 വർഷത്തിൽ കൂടുതലായി. 12 അല്ല, 15 വർഷത്തോളം ആയിട്ടുണ്ട്.
എന്നിട്ട് ഈ അല്ല ഇത് കായ്ക്കുന്നുണ്ടായിരുന്നു കായ്ക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ. മൊത്തം ആദ്യമായിട്ടാണ് ആ കായ്ച്ചത്. എല്ലാം ആദ്യമായിട്ട് ഒന്നിച്ച് കായ്ച്ചത് ഈ വർഷം. ആദ്യമായിട്ടാണ്. അപ്പൊ ഇവിടെ അച്ഛൻ ഇത് മാങ്ങ ഏതൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ട് ആ. എഴുതിയിട്ടുണ്ട്. ദേ നമ്പ്യാര്, ആ, കോളമ്പ്, കോളമ്പ്, പിന്നെ ഇത് ഇവിടെ ഉണ്ടല്ലോ മഞ്ഞൾ, ദേ ബങ്കനപ്പള്ളി, പിന്നെ ഇവിടെ ഉണ്ടല്ലോ മല്ലിക, മല്ലിക, പിന്നെ ഇവിടെയാണ് അടുത്തത് വരുന്നത് അൽഫോൺസോ. ദാ ഇവിടെ എല്ലാം എഴുതിയിട്ടിട്ട് ഇതെന്തിനാ അച്ഛാ ഇങ്ങനെ എഴുതിയിടുന്നത്? ഏ? ഇതെന്തിനാ എഴുതിയിട്ടത്? ആരെങ്കിലും വന്നിട്ട് എന്നോട് ഞാനിവിടെ ഇല്ലെങ്കിലേ ആ. മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച്. മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്ത് ആ അല്ലേ? ഇനിയിപ്പോ പേപ്പറിലൊക്കെ വന്നപ്പോഴേ ആ. ഇത് അന്വേഷിച്ചൊക്കെ ആരെങ്കിലും ഒക്കെ ആള് വന്നാലേ അവർക്ക് അവർക്ക് അറിയാൻ ആരും വേണ്ടിട്ട്. അറിയാൻ വേണ്ടി മാത്രം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ഈ മാവ് മാത്രമല്ല, മറ്റു കുറച്ച് പരിപാടികളൊക്കെ ചെടികളിൽ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമോ? ബോൺസായി ചെടികൾ ബോൺസായി അല്ലേ? നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. പാല വേണം. ആ ആദ്യം ഏഴിലം പാല അല്ലേ? ഈ ഏഴിലം പാല ബോൺസായി ആക്കി നട്ടുപിടിപ്പിച്ചത് അത് ആദ്യമായിട്ട് ഇവിടെ ആയിരിക്കും. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കത് കാണാം. എന്താ ഏഴിലം പാല ബോൺസായി ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഇത് ഏഴിലം പാലയാണ്. ആ. ഇതിന് ഏതാണ്ട് 35 വർഷത്തോളം പ്രായമുണ്ട്. 35 വർഷത്തോളം പ്രായം. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എറണാകുളത്ത് വെച്ചത് വളർത്തിയതാ. ആ. പിന്നെ ആ ബോൺസായി എല്ലാം കൂടെ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നതാണല്ലേ? 35 വർഷത്തോളം. പിടിപ്പിച്ചതാണല്ലേ ഇത്? അതെ, ഇതിലും കൂടുതൽ പാല വീടിന്റെ പടിഞ്ഞാറ് വശത്താണ് വെച്ചിരിക്കുന്നത്. വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. പടിഞ്ഞാറ് വശത്ത് പാല പടിഞ്ഞാറെന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഉണ്ട്. ഉം. അതുകൊണ്ടാണ് ഈ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ഒരു വെച്ചിരിക്കുന്നത്. കാര്യമുണ്ട്. ഈ കവിത കേട്ടിട്ടില്ലേ, പാട്ട് കേട്ടിട്ടില്ലേ, നിശാചര സുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ആ യക്ഷിഗന്ധർവന്മാര് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രികളിൽ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാറുണ്ട്. ഡാൻസ് ചെയ്യും. അപ്പൊ ഈ പാലമരച്ചോട്ടില് യക്ഷിയും ഗന്ധർവനും ഒക്കെ വന്ന് ഡാൻസ് ചെയ്യാറുണ്ടോ? ഓ പിന്നെ അത് എനിക്ക് കേൾക്കാനൊക്കെ ഉള്ളു. ആണല്ലേ? നട്ടുപിടിപ്പിച്ച അച്ഛന് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് കേൾക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അവരും ഇവിടുത്തെ വിരുന്നുകാരാണ് അല്ലെ? യക്ഷിയും ഗന്ധർവന്മാർക്കും വന്ന് നൃത്തം ചെയ്യാനായിട്ടാണ് അവിടെ പാലമരം വെച്ചിരിക്കുന്നത്. അച്ഛൻ തമാശ പറഞ്ഞാട്ടെ, ഇത് ആരും ഇനി സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇനി അടുത്ത മരം കാണിച്ചു തരാം. അരണമരം അത് ഒരു ഗ്രൂപ്പായിട്ട് നട്ടതാ ഇത്. അതെ, ഇത് എന്റെ ലക്ഷ്യം അനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതിനകത്തൊരു ചെറിയ വീട് വെക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്തല്ലേ? ഇതുവരെ വെച്ചില്ല. ഇത് ഇച്ചിരി ആയണ്ടേ? ആ ഇനി വേണമെങ്കിലും വെക്കാം. ഇനി അത് പെട്ടെന്ന് വെക്കണം. അതന്നെയല്ലേ. അതെ, ഇപ്പൊ അതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഏജ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഏജ് വെറും നമ്പർ മാത്രമാ. ഈ പ്രായത്തിൽ ഇത്രയും വർക്കുകളൊക്കെ ചെയ്യുന്നില്ല, ഏജ് വെറും നമ്പർ മാത്രമാ. നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രായം നിശ്ചയിക്കുന്നത്. നമ്മുടെ എന്നൊക്കെ പറയാ. ആ പ്രായമാകുമ്പോഴേ പ്രായമായി അനുഭവിക്കുമ്പോഴേ ഇത് അത് പുന്ന സാധാരണ ബോൺസായി ആയിട്ട് വെക്കാത്ത സാധനമാണ് പുന്ന. അവിടെ നമ്മൾ വെറൈറ്റി പരീക്ഷിച്ചു. ഈ പുന്നയെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, പുന്നയുടെ കായുണ്ടാവും. ഇതിന്റെ പഴയ കാലത്ത് പുന്നയ്ക്ക പറിച്ച് ഉണങ്ങി ആട്ടിയെടുത്ത് അതിന്റെ എണ്ണ വിളക്കെണ്ണയായിട്ട് ഉപയോഗിക്കാറ്. അല്ലാതെ വേറെ വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ല. പുന്ന ഇത് കായ്ക്കോ? ഇത് കായ്ക്കോ? ഓ ഇല്ല, അത് കായ്ക്കത്തില്ല. ഇത് ഇനി അടുത്ത ഇത് ഇതെടുക്കാം. ഇതെന്താണ് അതിന്റെ പേര് തന്നെ? പേര് മറന്നിരിക്കുക. ഞാൻ ചിലപ്പോ ഓർത്തു വരുമ്പോ പിന്നെ ഇനി അടുത്തത് വേറൊന്ന്. ഇത് ഫൈക്കസ് ബെഞ്ചമീന എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിലുള്ള പേരൊന്നും അറിയില്ല. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ഒരു എക്സിബിഷന് അന്ന് ഞാൻ അതിന്റെ തൈ മേടിച്ചതാണ്. അത് നാടനല്ല, അതിന്റെ അത് വിദേശിയ. ഇനി അടുത്തത് ഇത് പേരാലിനെ ഇങ്ങനെയാക്കി വെച്ച് അതിനെ അങ്ങനെ ചെറുതാക്കി വെച്ചതാ. അതൊക്കെ 30 വർഷത്തിലധികം 30-35 വയസ്സൊക്കെ പ്രായമുള്ളതാണ്. പേരാലിന്റെ കായാണോ ഇത്? അത് സിമന്റ് കായാണ്. പേരാലിന്റെ സിമന്റ് കായ അല്ലേ? അത് കളിപ്പിക്കാൻ വേണ്ടി പിള്ളേര് വേണമെങ്കിൽ പറിച്ചോട്ടെ എന്ന് വെച്ച് ഉണ്ടാക്കി. പിന്നെ ഇത്
ഇതൊരു വലിയ വനവൃക്ഷമാണ്. ഇത് മയില എന്ന് പറയും. മയില മയിലെന്നും മയിലെള്ളെന്നും ഒക്കെ പറയും. മയിലുള്ള ഇതിനൊരു നല്ല സുഗന്ധമുണ്ട് അതിന്റെ ഇലയ്ക്ക്. അതെങ്ങനെയാ യാദൃശ്യമായിട്ടൊരു തൈ കിട്ടി അത് വളർത്തുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ വലിയ മരങ്ങളും ഇവിടെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇതും പേരാലാണ്. ഇതും പേരാലിന്റെ മറ്റൊരു ഇനമാണ്. പേരാല് തന്നെയാണ്. പേരാലിന്റെ വർഗത്തിൽപ്പെട്ട വേറൊരെണ്ണം. പാർക്കിലൊക്കെ വളർത്താറുള്ള ഡിവിഡിവി എന്ന് പറയുന്നത്. ഡിവിഡിവി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്താം. മുറ്റത്തിന്റെ അരിയിൽ ഒരു മരം നട്ടാൽ അവനെ നമുക്ക് മുറ്റത്ത് തണലായിട്ട് വേണമെങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് ഒരു 35 വർഷത്തിൽ കുറയാതെ പ്രായമുള്ളതാണ്. എറണാകുളം പാർക്കില് ഒരു ഡിവിഡിവി മരത്തിന്റെ കായ ഉണ്ടായപ്പോ അവിടെ പോയി പറിച്ചുകൊണ്ടുവന്ന് അങ്ങനെ വളർത്തിച്ചെടുത്ത കഷ്ടപ്പെട്ട തന്നെയാ. ഇതാണ് കല്ലാല്. ഇത് FSCTയുടെ ഒരു പഴയ ഗോഡൌണിന്റെ ഭിത്തി എന്ന് പറിച്ചെടുത്ത. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ അവിടുന്ന് ഇത് കല്ലാല് അവിടെ നിന്ന് പറിച്ച ആ ഭിത്തിയെന്ന് പറിച്ചെടുത്തതാണ് ഇതല്ലേ? ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇതിന്റെയോ? അതെന്താണ് ഇതിന്റെ ചരിത്രം? എന്താണ് ഇതിന്റെ എന്താണ് കഥ? വാഴച്ചാൽ ഉണ്ടല്ലോ, വാഴച്ചാൽ കേട്ടിട്ടുണ്ടോ? അതിരപ്പള്ളി വാഴച്ചാൽ. എനിക്കൊരു കഥയുണ്ട്. പറഞ്ഞോ. അല്ല പറയില്ല. അതെന്താ രഹസ്യമായിട്ടുള്ള എന്തോ കഥയാണ്? രഹസ്യമൊന്നുമില്ല. ഒരാള് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. 100% ഒഴുകി പോകുന്നു വിചാരിച്ച ഒരാളെ ഒരു മരത്തിന്റെ വേര് പിടിച്ച് ഞാൻ വലിച്ചു കയറ്റി. അദ്ദേഹം എന്നെ തൊഴിലിന്റെ മുമ്പിൽ വന്ന് തൊഴുന്നോണ്ട് പറഞ്ഞു, യു സേവ്ഡ് മൈ ലൈഫ്. ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ വാക്കുകള്. അത് ഞാൻ അങ്ങനെ അധികം പറയാറില്ല. അദ്ദേഹം 2 മാസം മുമ്പ് 83 വയസ്സായി മരിച്ചുപോയി. അന്ന് കയറി പിടിച്ച ആ മരമാണോ ഇത്? അല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ സാമ്പിൾ ആയിട്ടൊരു മരം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ സാമ്പിൾ എടുത്തോ? അവിടെ നിന്ന് എടുത്ത സാമ്പിളാണ്. ഓ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോയപ്പോ കിട്ടിയ ഒരു മരം അല്ലെ, ഒരു ചെടി. അതെ. ഇനി ഇതിനെ പറ്റി ഞാൻ എല്ലാ പുസ്തകങ്ങളും നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അജ്ഞാതനാണ്. നാടൻ ആണത്. ഇപ്പോഴും അജ്ഞാതനായിട്ട് തന്നെ. അതിന്റെ പേര് എനിക്കറിയില്ല. നമുക്കൊരു പേരിടണ്ടേ ഇതിന്? ഇതിനൊരു പേരിടണ്ടേ? ഒരു പേരിട്ടാലോ നമുക്ക്? ഇതിന്റെ ഒറിജിനൽ ഞാൻ കണ്ടിട്ടുള്ളത് എടപ്പള്ളി പോസ്റ്റ് ഓഫീസ്. എടപ്പള്ളി പോസ്റ്റ് ഓഫീസിന്റെ മുൻവശം. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ പേരില്ലല്ലോ നിലവിൽ. ഇതിനെ തപ്പിയിട്ട് നമുക്ക് പേര് കിട്ടില്ല. അപ്പൊ നമുക്കൊരു പേരിടാലോ. അതെ, എന്റെ അടുത്ത് കേരളത്തിലെ വനസസ്യങ്ങളും നാട്ടുസസ്യങ്ങളും ഔഷധ സസ്യങ്ങളും ഇതിന്റെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. എല്ലാത്തിലും നോക്കിയിട്ട് ഇവനെ കണ്ടില്ല. മാത്രം കിട്ടിയിട്ടില്ല. ഇത് പിടികിട്ടാ പുള്ളിയാണ്. കിട്ടിയില്ല. അവൻ ആ ഫൈക്കസ് അംബ്ലിസിമ ആയിട്ട് വളരെ സാമ്യമുള്ള ഒരേ ഫാമിലിയാന്ന് തോന്നുന്നു. അവരൊരേ ഫാമിലി പെട്ടതായിരിക്കും അല്ലെ? ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ബോഗൈൻവില്ല ഇത് എല്ലാ വീടുകളിലും തന്നെ ഉണ്ട്. സ്റ്റാൻഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ഇതല്ലേ? ഓ, സ്റ്റാൻഡ്. ഇതിന്റെ ഇടവഴിയാണ് കമ്പ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ തണ്ടും ഇതും തമ്മിൽ തിരിച്ചറിയാൻ ഇച്ചിരി പാടാ. ഒരേ കളറ് അല്ലേ? ഇതിന്റെ ചട്ടി ഇത് മൺചട്ടിയാ. അത് വാങ്ങിയതാ. ഈ മറ്റേ ഷേപ്പിലുള്ള ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. സ്വന്തം സൃഷ്ടിയാണ്. ആ കാലും ഇതിന്റെ കാലും ഇതൊക്കെ അല്ലേ? ആ കാലും ഒക്കെ ഇതൊക്കെ സ്വന്തം സൃഷ്ടിയാണ് അല്ലേ? ഇവനാണ് ഫൈക്കസ് അംബ്ലിസിമ എന്ന് പറയും. ഫൈക്കസ് അംബ്ലിസിമ. അല്ലെങ്കിൽ വേറൊരു പ്രയോഗമുണ്ട്, സ്ട്രാങ്കുലേറ്റർ ഫൈക്ക്. ഇവിടെ വെറൈറ്റി മാവിലെ ഒരു മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബെങ്ങനപ്പള്ളി അല്ലെ? ബെങ്ങനപ്പള്ളി മാങ്ങ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ചെത്തി തരുന്നത് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി. 25 വർഷമായിട്ട് ഇവിടെ മെമ്പർ ആയിട്ടുള്ള ആളാണ്. റോയി മാത്യു. അല്ല, ഞാനിനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന ആളല്ലേ. ചാൻസ് ഉണ്ട് അല്ലേ? നല്ല ഇടിയൊക്കെ കൂടി വരുന്നുണ്ട്. ഭയങ്കര ചൂടും ഒക്കെ അല്ലേ? ഈ അൽഫോൻസ മാങ്ങ എന്ന് പറയുമ്പോഴേ പലർക്കും ഒരു വിചാരമുണ്ട് അൽഫോൻസാമയായിട്ട് ബന്ധമുണ്ടോന്ന്. നല്ല സുന്ദരൻ. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഫസ്റ്റ്? അപ്പം ബെങ്കനപ്പള്ളി, ഈ വെറൈറ്റി മാവിലെ ബെങ്കനപ്പള്ളി എന്ന് പറഞ്ഞ മാങ്ങ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ.
നല്ല മാങ്ങയല്ലേ? സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരം ഉണ്ട്, നല്ല രുചിയുണ്ട്. നല്ല മാങ്ങ അല്ലേ, അടിപൊളി. ഇത് ഞാൻ പറയുമ്പോ വിചാരിക്കും കള്ളത്തരാണെന്ന് വിചാരിക്കും. അതെ, അപ്പം എനിക്ക് ഒരാളും കൂടെ സപ്പോർട്ട് ഉണ്ട്. കഴിച്ചിട്ട് പറയട്ടെ. ഇത് വേണം കേട്ടോ. അടിപൊളി, ഭയങ്കര ടേസ്റ്റ്, മധുരവും. അതെ, അപ്പൊ നല്ല രുചിയുള്ള മാങ്ങ. അപ്പൊ ഇതിനെ പറ്റി എന്ത് പറയും? രാഹുലോട് സൂപ്പർ മാങ്ങയിലൊന്നാ. അടിപൊളി മാങ്ങ. ഇത് പുറത്തുള്ള ആർക്കും കൊടുക്കണ്ട, രാത്രി വന്നിട്ട് അവര് അടിച്ചോണ്ട് പോകും മാങ്ങ. മാങ്ങ തന്നെയല്ല, ഈ ഒരു കാര്യം ചെയ്യണം, ഈ രാത്രിയിൽ ഇതിന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടിയിടണം. എന്നറിയോ? അയ്യോ, ഈ ബോൺസായി ഇതൊക്കെ ഭയങ്കര വിലയേറിയ സാധനം. എത്ര വർഷം കഷ്ടപ്പെടുത്ത ഇത് ഉണ്ടാക്കിയത്? 48 വർഷം, 48-50 വർഷം പഴക്കമുള്ള, 35 വർഷം പഴക്കമുള്ള ബോൺസായി ഗേറ്റ് പൂട്ടിയിടണം. ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഈ മാങ്ങാപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് ചിലപ്പോ മതിയെ കൂടെ കയറി പറിച്ചോണ്ട് പോകും. അപ്പം ഈ മാങ്ങ തിന്നവരാണെങ്കിൽ ഇത് കൊണ്ടുപോകും, ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഈ മാങ്ങ ഒരു തവണ കഴിച്ചവരാണെങ്കിൽ കൊണ്ടുപോകും. ആർക്കും കൊടുക്കണ്ട, പുറത്ത് കൊടുക്കണ്ട. അതെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഇനി ഇങ്ങനെ ഒന്ന് പറഞ്ഞേരെ, സൂപ്പറാന്ന് പറഞ്ഞേരെ. ഏതാണ്ട് 76 കാലം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ പീരീഡിലാണ് ഞാനിവിടെ എറണാകുളത്ത് വീട് വെക്കുന്നത്. ആ വീട് വെച്ചപ്പം ആദ്യം തന്നെ ചട്ടിയിൽ വളർത്തിയ ഒരു സാധനമാണ് ഇത്. പിന്നീട് ബോൺസായിയെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ ബോൺസായി പറ്റി പരന്ന പാത്രമൊക്കെ ആക്കിയത്. അല്ലെങ്കിൽ സാധാരണ ചട്ടിയിലാണ് വളർന്നത്. പിന്നെ അവൻ പ്രായമുള്ള ആളെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പരുവൽ വള്ളി പിടിച്ചത്. പരുവൽ. ഓക്കെ, ഇത്രയും പ്രായം കൂടിയ ഒരു ഏറ്റവും പ്രായം കൂടിയതാണ്. ഏറ്റവും പ്രായം കൂടിയ ബോൺസായി എന്ന് പറയാൻ വയ്യ, ഷോർട്ട് ട്രീ എന്ന് പറയാൻ മതി. ഇത് അങ്ങനെ, ഇത് അത്രയൊന്നും പ്രായമില്ല. ഇത് എന്നാലും ഒരു 35 വയസ്സോടെ പ്രായമുണ്ട്. അപ്പം ഒരുപാട് ബോൺസായി 47-48 വയസ്സുണ്ട്. അപ്പൊ ഒരുപാട് ബോൺസായി ആയിട്ട് ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കുറച്ച് ചെടികൾ, മരങ്ങളുണ്ടല്ലോ ഇവിടെ. ഇത് പേരാൽ, ആല് കിഴക്ക്, പാല പടിഞ്ഞാറ്, ആല് കിഴക്ക്. അതാണ് ആലയുടെ പ്രധാനപ്പെട്ട ആലുകളൊക്കെ എല്ലാം ഇവിടെ കിഴക്ക് വശത്ത് വെച്ചിരിക്കുന്നത്. വാസ്തുപ്രകാരം തന്നെ അതൊക്കെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കാരാൽ, അതും ആലിന്റെ ഇപ്പൊ ആലിന്റെ തന്നെ ഒരുപാട് വകഭേദങ്ങൾ നമ്മൾ കണ്ടല്ലേ. ബറാബ പറിച്ചു തിന്നാം. ഇനി അടുത്തത് ബറാബ മരം അല്ലേ? പറിച്ചു തിന്നാം. ഞാൻ പറിക്കുവാണേ. പറിച്ചോ. അതിനകത്ത് 2 കുരു ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ സ്വല്പം പൾപ്പ് കിട്ടും. നിറച്ച് ബറാബ പഴുത്ത് കിടക്കുകയാണ്. ഇതാണ് ബറാബ. ഒരെണ്ണോടെ പറിച്ചേക്കാം. ഇതാണ് ബറാബ. ഞാൻ ലൈവായിട്ട് മരത്തിൽ നിന്ന് പറിച്ചു. ഇതിങ്ങനെ പൊട്ടിക്കുമല്ലേ? പൊട്ടിച്ചല്ലേ, അതിന്റെ അകത്തുനിന്ന് ആ പൾപ്പങ്ങ് തിന്നാം. എടുക്കണമെന്നില്ല, വെറുതെ കടിച്ചങ്ങ് പൊളിക്കും. ഇതിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കണ്ടെന്നേ, ഇങ്ങനെ കടിച്ചിട്ട് അങ്ങോട്ട് വായിലിട്ട് പ്രസ് ചെയ്ത് വിട്ടാ മതി. അടിപൊളി, ഒരു നല്ല ചെറിയ ടേസ്റ്റ് രസം. അതിന് വലിയ 2 കുരു ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പിന്നെ എന്നാലും ഒരു അല്പം ഒരു സുഖം പിള്ളേർക്കൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ചോണ്ടിരുന്ന മുഴുവനും നമ്മൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അല്ലേ? ബറാബ ഇത് നിറച്ചുണ്ട് കേട്ടോ. ഇതിനകത്ത് നിറച്ച് ബറാബ കായ്ച്ചു കിടപ്പുണ്ട്. ഇത് എപ്പോഴും ഉണ്ടോ, അതോ സീസണൽ ഫ്രൂട്ട് ആണോ? വെട്ടി ചെറുതാക്കിയതാ. ഇത് സീസണൽ ഫ്രൂട്ട് ആണോ? അല്ല, സീസണലൊന്നും അല്ല, എപ്പോഴും ഉണ്ടാവും. ഏത് സമയത്തും ഉണ്ടാവും. ഏത് സമയത്തും ഉണ്ടാവും അല്ലേ? പിന്നെന്താണ് വേറെ വെറൈറ്റി ഉള്ളത്? ചൈനീസ് ഓറഞ്ച് ഉണ്ടല്ലേ? ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് അല്ലേ? ചൈനീസ് ഓറഞ്ച് അത് നിറച്ച്. കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ അത്ഭുതപ്പെട്ടു പോയനെ, നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ പച്ച ചെറിയ ചെറിയ കായകളുണ്ടല്ലേ ഇഷ്ടം പോലെ. ജ്യൂസ് അടിച്ചു തരും അല്ലേ? ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് സാധനം മേടിക്കണ്ട. തോട്ടി ഉണ്ടായിരിക്കുന്നുണ്ടല്ലേ, അത് പറിക്കാൻ വേണ്ടിയുള്ള തോട്ടിയാ. ഈ തോട്ടി അല്ലേ? ചൈനീസ് ഓറഞ്ച് പറിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തോട്ടി അല്ലേ? ഇതിപ്പോ പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു, ഇപ്പൊ എല്ലാം പച്ചയായിട്ട് കിടക്കും അല്ലേ? ഇപ്പൊ പുതുതായിട്ട് അതിന്റെ പഴം തീർന്നു. ഇപ്പൊ പുതിയ കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ.
അത് മാത്രമല്ല ദേ ഇവിടെ നിറച്ച് കറിവേപ്പ ആ. അല്ലേ, നിറച്ച് അത് കറിവേപ്പിലയുണ്ട്, പലരും ഇഷ്ടം പോലെ ആവശ്യക്കാർ പലരും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോകുന്നുണ്ട്. നിറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പൊ ഓരോരുത്തരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കറിവേപ്പൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇനി വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ, ഇനി വേറൊരെണ്ണം ഉണ്ട്, ചെറിയൊരു സംഭവം. ഒരു സർപ്രൈസ് ആണല്ലേ. സർപ്രൈസ് എന്ന് പറയാൻ അത് കായില്ലെങ്കിൽ പിന്നെ സർപ്രൈസ് അല്ല, അതൊരു വെറൈറ്റി പരീക്ഷിച്ചതല്ലേ. പിന്നെ ഈ മരം ഉണ്ടല്ലോ, അറിയോ? ശരിക്കുള്ള ഒറിജിനൽ നാടൻ അത്തി ഇതാ. അത്തിമരം. അത്തിമരമായത്. അത്തി തെക്ക് വശത്ത് വേണമെന്ന്. അത്തി തെക്ക് വശത്ത്. തെക്ക് വശത്ത് എത്തി നമ്മളല്ലേ. തെക്ക് വശത്ത് തന്നെ നട്ടത്. ഇതാണ് ഒറിജിനൽ അത്തി. ഒറിജിനൽ അത്തി. ഇത് അതിന്റെ കായുണ്ട്. അത്തിക്ക. ഇതാണ് അത്തിക്ക. പറിച്ചോട്ടെ. ഇതാണ് അത്തിക്ക. ഇതുണ്ട് കൂടുതൽ കാണുന്നുണ്ട്. അത്തി. ഇതാണ് നമ്മുടെ മറ്റേ കൊരങ്ങന്റെ മുതലയുടെ അതേല അത്തിയാണ്. അപ്പൊ ആ അത്തിപ്പഴം കാണാത്തവർക്കായിട്ട്, ഇത് പഴമല്ല, ഇത് പച്ചയാണ്. നമ്മുടെ പണ്ട് ചെറിയ കാലത്തൊക്കെ നമ്മൾ ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോ ഒക്കെ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ഒരു മുതലയുടെ കൊരങ്ങന്റെ അല്ലെ, അതില് കൊരങ്ങൻ മുതലയ്ക്ക് കൊടുക്കുന്ന അത്തിക്ക ഇതാണ് കേട്ടോ. ഇതാണ് ഒറിജിനൽ ഈ പള്ളിമുറ്റത്തൊക്കെ വളർത്തുന്ന അത്തി കണ്ടിട്ടുണ്ടോ? വലിയ അത്തി, വലിയ വട്ടത്തിലുള്ള കായായിട്ട്. അത് നാടനല്ല, അത് നാടനല്ല, ഇതാണ് നാടൻ. പിന്നെ ഇവിടെ കാണുന്ന ഒരു സാധനം, ഈ മരം ഉണ്ടല്ലോ, ഇതിന്റെ ഇവിടം വരെ ആഞ്ഞിലി, ബാക്കി പ്ലാവ്. ആഞ്ഞിലിയും പ്ലാവും കൂടെ ഒരു മിക്സ് ആണ്. ഈ പാട് കണ്ടില്ലേ, ഇവിടം വരെ ആഞ്ഞിലിയാ. അവിടുന്ന് മേളിലോട്ട് പ്ലാവ്. അത് കായ്ക്കാറായില്ല, 4 വർഷമായുള്ളത്. അപ്പൊ ഇനി ഇതും കായ്ക്കും. അപ്പൊ ഇതും കായ്ച്ചു കഴിയുമ്പോ ഞങ്ങള് വരും പ്ലാവിലെ ചക്ക തിന്നാൻ. ആഞ്ഞിലി പ്ലാവെന്ന് പേരിട്ടാലോ? ഇത് പ്ലാവിൽ തന്നെ അങ്ങനെ ഒരു പണി ചെയ്തതാണ്. ഇത് കൂടെ വരിക്കാതെ ഒരു പ്ലാവിനെ ഞാൻ വരിക്കാതെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇതില് കായുണ്ടായോ? ഇഷ്ടം പോലെ കായ്ക്കുന്നു ഉണ്ടല്ലേ. ഒരു 10-12 ചക്ക ഈ വർഷം ഉണ്ട്. ഇതും ഒരു പ്ലാവില് തന്നെ വേറൊരു പ്ലാവ് വെച്ചിട്ട് അങ്ങനെ പിടിച്ചതാണ്. ഇതില് കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അച്ഛൻ നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം സക്സസ് ആവുന്നുണ്ട്. അതിൽ നിറച്ച് കായ്കളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചെടിയും ഈ ഫലവൃക്ഷങ്ങളും ഇല്ലാത്ത സ്ഥലം കുറവാണ്. എല്ലായിടത്തും പറ്റുന്ന എല്ലാ സ്ഥലത്തും ചെടിയും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആഞ്ഞിലി കണ്ടോ? അത് ആഞ്ഞിലിയും പ്ലാവുമായിട്ട് അതിന്റെയും ഈ പറഞ്ഞ പോലെ തന്നെ താഴെ വശം ആഞ്ഞിലിയായിരുന്നു. അത് വെട്ടിക്കളയണ്ടെന്ന് പ്ലാവാക്കാന്ന് പറഞ്ഞ് അവർ 5 അടി പൊക്കത്തി വെച്ച് ബാക്കി പ്ലാവാക്കി. സിമ്പിൾ. നമ്മൾ ഒരു മരവും വെട്ടി നമ്മൾ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല അല്ലേ? ഇല്ല, അതിനെ പലവിധത്തിൽ കൈകാര്യം ചെയ്യാം. അതെ, നമ്മള് ലോജിക്കലായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാല് അതില് ഒരു ഫലം ഉണ്ടാവും അല്ലേ? ഇനി എന്താണ്? ഇനി ചെറിയൊരു ഇടപാട് താഴെയുണ്ട്. അതെന്താണ്? അങ്ങോട്ട് വരാമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വരാം. ഞങ്ങൾ ഇവിടുത്തെ വെറൈറ്റി എല്ലാം കാണാനും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനുള്ള വകുപ്പുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ തണുപ്പ് സ്ഥലത്ത് മാത്രം വളരുന്ന ക്യാബേജ് അല്ലേ? ക്യാബേജും ഇവിടെ നല്ലതായിട്ട് പിടിച്ച് നിപ്പുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ക്യാബേജ്. അതും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചീരയൊക്കെ ഉണ്ടല്ലോ. ചാക്കുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. ചാക്കുകൊണ്ട് ഇതിലെന്താണ്? ഇഞ്ചിയാണോ? ഇഞ്ചി. ഇത് മൊത്തത്തിലും ആയിട്ടില്ല. ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗ്രോ ബാഗിൽ നിറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടുണ്ടാക്കിയത്. അതെ. ഇനി താഴോട്ട് വന്ന് വേറൊരു സംഭവം കാണിക്കാം. എനിക്ക് ഇറക്കമൊക്കെ ഇറങ്ങുന്ന ഇത്തിരി പാടാ. പണ്ടാണ് ഓടിച്ചാടി ഇറങ്ങുമായിരുന്നല്ലേ? പറ്റുകയല്ല. ഇതെന്റെ സ്ഥലം താഴെ. ഇവിടെ മൊത്തം ഇതുപോലെയുള്ള ചെടിയും മരങ്ങളും ഒക്കെ ഉണ്ടോ? ഇതുപോലെയുള്ളതൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയ തമാശ ഉണ്ട് ഇവിടെ. എന്തോ ഒരു സസ്പെൻസ് ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോവാണ്. എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. അച്ഛൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞല്ലേ? റംബൂട്ടാൻ കാണിക്കാം.
അത് കണ്ടാ ഇപ്പം ഉം. പ്രത്യേകിച്ച് അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല. ഇല്ല. എന്നാലും അന്ന് കാണുന്നതിൽ തിരക്കേടില്ല. എന്നാ നമുക്ക് കണ്ടേക്കാം. ഇതിപ്പോ പണ്ട് മുതലേ അച്ഛന് ഇഷ്ടമായിരുന്നു ഇതുപോലെയുള്ള ചെടികൾ വളർത്താനും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ. ഞാന് കശേറ്റി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാന പ്രവർത്തനവും ഉണ്ടായിരുന്നു. ഒരുപാട് തേക്കുന്ന ഇത് റംബൂട്ടാനാണല്ലോ. ഇത് റംബൂട്ടാൻ ഇവിടം വെച്ച് വേറെ ആദ്യമേ ഒരു കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ റംബൂട്ടാൻ വളർത്തി അവന് കായ്ക്കാതെ വന്നപ്പോഴത്തേക്കും 5 വർഷം കഴിഞ്ഞിട്ടും കായ്ക്കുന്നില്ല. അപ്പൊ ഞാൻ പലരോടും അന്വേഷിച്ചു, എന്താണ് റംബൂട്ടാൻ കായ്ക്കുന്നില്ലല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി പരിചയമുള്ള ആളുകൾ പറഞ്ഞു, ഇത് ആൺചെടി, അത് കായ്ക്കില്ല, വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ ഇത് നല്ല വേരുപടലുള്ള നല്ല സ്ഥലത്ത് നിൽക്കുന്നത് വെട്ടിക്കളയാൻ എനിക്ക് മടിയായി. അപ്പൊ ഞാനൊരു പണി ചെയ്തു, അതിന്റെ ഒരു കമ്പില് ഒരു ഇത് കുറച്ച് എന്നിട്ട് വേറൊരു നാമ്പ് ഉണ്ടാക്കി. ആ നാമ്പ് വളർന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേഴ്സറിന്ന് N18 വെറൈറ്റി നല്ലൊരു തൈ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ വെച്ച് അങ്ങനെ ഇതുമായിട്ട് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു. പിടിച്ച് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരുപാട് കായായി. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇപ്പൊ N18 എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന വെറൈറ്റി ആണല്ലേ. അതാണ്. നമ്മുടെ ഇത് പൂത്തിട്ടൊക്കെ ഉണ്ടല്ലോ റംബൂട്ടാൻ, പൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ. കായ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഗ്രാഫ്റ്റിങ്ങിന് പ്രചോദനമായത്. ഈ റംബൂട്ടാൻ സക്സസ് ആയപ്പോഴാണ് എന്റെ മാവിലൊക്കെ പണി തുടങ്ങിയത്. അപ്പൊ ഇതാണ് തുടക്കക്കാരനല്ലേ. മറ്റെന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട്. അതും ഇപ്പോഴും സർപ്രൈസ് ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ നിൽക്കുന്ന മരമുണ്ടല്ലോ, ഇത് മറ്റേ കടച്ചക്കയല്ലേ? കടപ്ലാവ്. ഇത് പ്ലാവ്. ഇത് രണ്ടും എങ്ങനെയാന്നറിയാം, ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞ ചെറിയ ആഞ്ഞിലി, അതിന് ഇതുപോലെ ഉണ്ടായ നാമ്പുകള് അതേല് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത കടപ്ലാവാക്കി. കടപ്പിലാവിന്റെ ചുവട് ശരിക്കും ആഞ്ഞലിയുടെ ചുവട്. ആഞ്ഞലിയിൽ നിന്ന് കടപ്ലാവിനെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു. അല്ല, ആ കടപ്പിലാവ് കൊണ്ട് അത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ആഞ്ഞിലിയുടെ വേരുപടലാണ് കടപ്പിലാവിന് കിട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെ ആ കൂട്ടത്തിൽ അന്ന് തന്നെ പ്ലാവും പിടിപ്പിച്ചു. ഒരാഞ്ഞലിയുടെ വേരില് കടപ്ലാവും പ്ലാവും പിടിപ്പിച്ചു. വേരിലല്ല, വെട്ടിക്കളഞ്ഞ ആഞ്ഞലിയുടെ കിളിർപ്പുണ്ടായത് അതിലാണ് കണ്ടില്ല. ഇതില് കായ ഉണ്ടായോ? അതിന്റെ ബാക്കി ഭാഗത്തെ ഇവിടെ നിൽപ്പുണ്ട്. ഇതില് കായ ഉണ്ടായോ? കായ ഉണ്ടായില്ല. കായ്ക്കാൻ പ്രായമാവുന്നേ ഉള്ളു അല്ലേ? കായ്ക്കുന്ന ഇനമാണെന്ന് അറിയില്ല. ഇത് എത്ര നാളായി ഇത് വെച്ചിട്ട്? ഇത് 5-6 വർഷമായി. 5-6 വർഷമായി അല്ലേ? കണക്കനുസരിച്ച് കായ്ക്കേണ്ട സമയമൊക്കെ ആയി. അപ്പൊ എന്തായാലും ഭയങ്കര വിശേഷങ്ങൾ. ഇതാണ് ഗ്രാഫ്റ്റിംഗ് വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ഓരോ സാധനങ്ങളും വെച്ച് പിടിപ്പിക്കുന്നത്. അതോടൊപ്പം അതിനകത്ത് ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഞങ്ങള് തേക്കിൻ തൈ ഒരുപാട് വെച്ചു. തേക്കിന്റെ ചമ്പ് ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി മേടിച്ച് നട്ട്. അതിപ്പോ അങ്ങോട്ടൊന്നും പോകാറില്ല. അതിപ്പോ ഒരു 60 ഇഞ്ചൊക്കെ കഴിഞ്ഞ് വലിയ മരങ്ങളായി നിപ്പുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ അവർക്കും വേണ്ടി ചെയ്തു കൊടുത്തു അല്ലേ? അത് ഒരു ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയിലായിരിക്കുമ്പോഴേ വേറെ ചില പണികളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എറണാകുളത്തെ വൈറ്റില ഹബ്ബ് അറിയാവോ? വൈറ്റില ഹബ്ബ് അറിയാം. അവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ വക സ്ഥലമായിരുന്നു വൈറ്റില ഹബ്ബ്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും തരിശായിട്ട് കിടന്നു. അവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റുകാര് ഇവിടെ നിന്നും കാസർഗോഡ് നിന്നും മറ്റും ലോറി കണക്കിന് തെങ്ങിൻ തൈ കൊണ്ടുവന്നു. ആ തെങ്ങിൻ തൈ കൊണ്ട് കൂട്ടിയിടും. നമ്മൾ അവിടെ ചെന്നാൽ 1 രൂപ മുടക്കില് തൈ എടുക്കാം. അപ്പൊ ഞാനും ജോസഫും കൂടെ ചെറിയ ലോറി പിടിച്ച് അവിടെ എത്തും. എന്നിട്ട് ഞങ്ങള് തന്നെ ലോഡ് ചെയ്ത് ഒരു തെങ്ങിൻ തൈ യൂണിവേഴ്സിറ്റിയുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരും. ക്വാർട്ടേഴ്സിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഓഫീസ് സൗകര്യങ്ങളുണ്ട്. അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിടും.
അപ്പൊ അവിടെയുള്ള താമസക്കാർക്ക് ആവശ്യക്കാർക്ക് ഉം. 2 രൂപ 3 രൂപ വിലക്ക് വിൽക്കും. നമ്മൾ മറച്ചു വെക്കും. മറിച്ച് വിൽക്കും. അവിടെ നിന്ന് എടുത്ത് 1 രൂപയ്ക്ക് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആ, മറച്ചു വെക്കും. അല്ല നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ. നഷ്ടമില്ലാത്ത രീതിയിൽ. അതുപോലെ വേറെ ഇവിടെ ഉണ്ടായിരുന്നു ഉം. ചെടിച്ചട്ടി. ആ. ആലുവയില് ഇവരുടെ കൊശവന്മാരുടെ ഒരു കോളനി ഉണ്ട്. ആ. ആ സ്ഥലത്തിന്റെ പേര് ഞാനിപ്പം മറന്നു. ആലുവ എന്ന പെരുമ്പാവൂർക്കുള്ള റൂട്ടിലാണ്. ആ. അവിടെ ചെന്നിട്ട് ഈ ചെടിച്ചട്ടി വാങ്ങിക്കും. വാങ്ങിക്കും. ആ. ഈ ഹോൾസെയിൽ വിലക്ക് ഹോൾസെയിൽ വാങ്ങിച്ചിട്ട് ഈ വിലയ്ക്ക് പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ട് കുറഞ്ഞ വിലക്ക് വിൽക്കും. വിൽക്കും. പിന്നെ FACTയുടെ തന്നെ ഉം. 50 കിലോയുടെ ചാക്കുകളാണ് വളം, ഉം. യൂറിയായും ഉം, ഉം, ഉം. ഫാക്ടംബോസും ഒക്കെ. അത് മേടിച്ചിട്ട് അതിന് ഞങ്ങൾക്കൊരു ഓഫീസ് പണി ഉണ്ടായിരുന്നു. ഉം, ഉം. അത് മേടിച്ചിട്ട് 1 കിലോ 2 കിലോ പാക്കറ്റുകളാക്കി ഉം. പാക്ക് ചെയ്ത് അതും വിൽക്കും. വിൽക്കും. അത് അന്നത്തെ പണികളായിരുന്നു. ആണ്. അപ്പൊ അന്നത്തെ ആ ഒരു ജോലി സമയത്ത് അതെ. ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജോലി സ്ഥലത്ത് എന്ന് പറഞ്ഞാലേ ആ. ഈ ഓഫീസർ പദവി എത്തിക്കഴിഞ്ഞാലേ ആ. നമുക്ക് പ്ലാന്റിൽ നമ്മൾ അത്യാവശ്യം ഇല്ലാത്ത സമയത്ത് പുറത്തേക്കൊക്കെ പോവാം. ആ. പ്ലാന്റ് മെയിൻ്റനൻസോ ആ. അങ്ങനെ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്തോ ആ. അവിടെ വെറുതെ കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. അങ്ങനെയുള്ള സമയം ഇതൊക്കെ ചെയ്യാൻ പോകും. അപ്പൊ ഒഴിവ് വേളകൾ നമ്മൾ ഇതുപോലെയുള്ള ആനന്ദകരമാക്കും അല്ലേ? ആ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതെ. നമ്മൾ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കും. ഇവിടെ പിന്നെ ഇത് വേറെ സംഭവം ഞങ്ങളിവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വന്നതിന് ശേഷം നട്ട ഒരു പ്ലാവാണ്. പ്ലാവാണല്ലേ? ഇതേ ഇത് വളർന്ന് അങ്ങോട്ട് പോയതാ, ഇലക്ട്രിക് ലൈനിൽ ഇത് അങ്ങോട്ട് പോയതാ. ഈ പ്ലാവ് പിന്നെ ഞാൻ വലിച്ച് ചെറുതായിരിക്കുമ്പോ അതിനെ വലിച്ചു കെട്ടി ഇങ്ങനെ ചായച്ച് ചായസാണ്. ഇപ്പൊ നമുക്കൊരു ചെറിയ തോട്ടി ഉണ്ടെങ്കിൽ ഇത് പഴുത്ത ചക്കയാണോ? ഇത് പഴുത്ത ചക്കയാണോ? ഏയ്. അല്ല, ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പഴുത്താണെങ്കിൽ തട്ടി നോക്കി അറിയാമല്ലോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്കറിയില്ല, പഴുത്തതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇത് ഒരുപാട് ചക്കകൾ ഉണ്ടാവും അല്ലേ ഇതില്? കുറെ ആവശ്യം പോലെ ഉണ്ടാവും. ഉണ്ടാവും. ഇത് അതുപോലെ വേറൊരു പ്ലാവുണ്ട്. ഇത് ഇങ്ങനെ ഒരു മരം കണ്ടിട്ടുണ്ടോ? ഇതെന്ത് ഇത് മരമാണ്? ഉപയോഗിക്കാറില്ല, ആ. അപൂർവമായിട്ട് കായ്ക്കാറുണ്ട്. ഇതെന്ത് മരമാണ്? കാരംപോള എന്ന് കേട്ടിട്ടുണ്ടോ? കാരംപോള, കാരംപോള, ചതുരപ്പുളി. ചതുരപ്പുളി. ഓ, നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് ആണോ? ആ, അതെ. അല്ലെ, സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട്. ആ, അത് തന്നെ. അതാ. ഇവിടെ എന്താ പറയണേ? കാരംപോള, ഞങ്ങള് ചതുരപ്പുളി, ചതുരപ്പുളി. വൈരംപുളി എന്നൊക്കെ പറയും. ആ. വൈരമാണ്. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇത്. ഇത് കായ്ച്ചോ? അത് കായ്ക്കാറുണ്ട്. കായ്ക്കാറുണ്ട്. വലിയ ഉപയോഗമൊന്നുമില്ല. ഇല്ല, ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒരു മരമാണ്. ഇതറിയാമല്ലോ. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. ഇതിലും കായ ഉണ്ടാവാറുണ്ടോ? ഇത് ഉണ്ടായി തുടങ്ങിയില്ല. ആയില്ല അല്ലേ? ആയി വരുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നിറച്ച് ഇവിടെ ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാത്ത ഫലവൃക്ഷങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അല്ലെ? എല്ലാം തന്നെ ഉണ്ട്, ഇല്ലാത്തതൊന്നും ഇല്ല. അല്ല, ഞാനിപ്പോ നോക്കിയിട്ട് ഇല്ലാത്തതായിട്ട് എനിക്കൊന്നും കണ്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മുടെ മൾബറി ഉണ്ട്, അതുപോലെ തന്നെ ആര്യവേപ്പുണ്ട്, മൾബറി ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് വേറെ കയറ്റി വിട്ടിട്ടുണ്ട്. തേനീച്ച കൂടുണ്ട്. ഏത് തേനീച്ചയ്ക്കും വന്ന് കൂട് കൂട്ടാം അല്ലെ? അങ്ങനെ ഞാൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, അവിടെ അല്ലേ? അത് വാടകയ്ക്ക് കൊടുത്തേക്ക. ഇവിടെ തേനീച്ചക്കല്ലേ? തേനീച്ചക്കല്ല, അത് ഇതാർക്കാണ്? വണ്ണാത്തിക്കിളിക്ക് വീട് വാടകയ്ക്കും കൊടുത്തിട്ട്. പിന്നെ ഇനി ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടി മാവാണ്. ആ കുട്ടി മാവിൽ ഇത് മാങ്ങയൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. 2 മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടി മാവാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇതാ, ഒരു കുഞ്ഞു പേരയില് ഒരു പേരയ്ക്ക കായ്ച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടി 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 മരങ്ങളാണ്. ഇപ്പൊ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ മരങ്ങളും എല്ലാ ചെടികളും എടുക്കാറുണ്ട്. അതുപോലെ ആവശ്യം പോലെ. അതെന്താന്നറിയാം ഈ മരം? ഇത് നാരകം, ഇത് ഞാവല്. അത് കായ്ച്ചിട്ടില്ല, കായ്ക്കാൻ പ്രായമാവുന്നതേ ഉള്ളൂ ഞാവലും. അങ്ങനെ നമ്മുടെ വർഗീസ് ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികൾ, അതോടൊപ്പം ഇവിടെ ഇല്ലാത്ത ഫലവൃക്ഷങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാങ്ങ,
ചക്ക, പേരയ്ക്ക, അങ്ങനെ എല്ലാ സാധനങ്ങൾ കൊണ്ടും വിഭവ സമൃദ്ധമാണ്, സമ്പുഷ്ടമാണ് ഈ ഇവിടെ. ഇവിടെ ചെടികൾ വെക്കാത്ത ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. ഇത്രയും ഒരു വെറൈറ്റി ആയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അത് കായ്ക്കുക, അതിലെ ഫലം നമുക്ക് കഴിക്കാനും പറ്റി. ഇത്തരത്തിൽ ദാ എനിക്ക് വീണ്ടും ഒരു മാങ്ങ കിട്ടിട്ടോ. അപ്പൊ മാങ്ങയുടെ ഒരു ഇത്രയും ഇതേ ഉള്ളൂ. എത്രേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഫലമായിരുന്നു അല്ലേ? അപ്പൊ വെറൈറ്റി ആയിട്ട് മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിക്കുക, അതിൽ ഫലങ്ങൾ ഉണ്ടാവുക, അത് നമുക്ക് കഴിക്കാൻ വരെ കിട്ടി. അപ്പം ഒരാളുടെ ഏറ്റവും വലിയ സക്സസ് ആണിത്. ഒരു കർഷകൻ എന്ന നിലയിൽ ഒരാളുടെ ഏറ്റവും വലിയൊരു സക്സസ് കൂടിയാണിത്. അപ്പൊ എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണേണ്ടവർക്ക് നമ്മുടെ കുഴിമറ്റത്തേക്ക് നേരെ പോകാം. നമ്മുടെ വർഗീസ് ചേട്ടന്റെ വീട്ടിലേക്ക് നേരെ പോകാം. ചേട്ടനും ഇവിടെ ഉണ്ട്. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാം. കുഴിമറ്റത്ത് നിന്നും ടീം ജാഗ്രത.